വടകര വില്യാപ്പള്ളിയിൽ RJD പ്രവർത്തകന് വെട്ടേൽക്കുന്ന CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴെ MT സുരേഷിനാണ് ഇന്നലെ വെട്ടേറ്റത്. ലാലു എന്ന് പറയുന്ന ആള് ഒരു വാളുമായിട്ട് വന്നിട്ട് എൻ്റെ പിറകിൽ കൂടി വന്നിട്ട് എന്നെ വെട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യത്തിൻ്റെ തുടക്കം. അങ്ങനെ ഞാൻ അവിടുന്ന് ഓടി അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് വീണ്ടും വെട്ടി. അപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് കിട്ടുമോ നോക്കിയില്ല. തിരിച്ച് പിന്നെ എനിക്ക് അങ്ങോട്ട് ഓടാനായില്ല. പിന്നെ തിരിച്ച് അവൻ്റെ കൂടെ തന്നെ ഓടി. പിന്നെ അവിടുന്ന് പിടുത്തായി അവിടെ വീണിട്ട് പിന്നെ അവിടുന്ന് അവ എഴുന്നേറ്റ് ഓടിക്കഴിഞ്ഞു. വ്യക്തിപരമായിട്ടൊരു കാരണങ്ങളും ഇല്ല. ഇതിൻ്റെ മുമ്പേ നമ്മൾ അവിടെ ഒരു പാർട്ടീൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ കസേല 200ഓളം കസേല അതൊക്കെ കത്തിച്ചിരുന്നു. എന്നാൽ നമ്മളിവൻ്റെ പേര് പറഞ്ഞിക്കില്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചോദ്യം ചെയ്തിരിക്കുന്നു പോലീസിന്. അപ്പോൾ അതുമായി വന്ന് അതിനുശേഷമാണ് ഇവന് ഞങ്ങളോടുള്ള ഈ വൈരാഗ്യം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പൊതുവെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ്. സുരേഷിനെ ആക്രമിച്ച പ്രതി ലുലു എന്ന ശ്യാം ഒളിവിലാണ്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നൽകും. അഞ്ജന, ഇത് പകലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലേ? ഇത്രയും ആളുകളുള്ള പ്രദേശത്ത് വെച്ച് ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പ്രതികളെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ലേ? ഈ ലാലു ഒളിവിലാണ് എന്നുള്ളതാണല്ലോ. വല്യാപ്പള്ളി ടൗണിൽ ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. വളരെ ആശങ്കപ്പെടുന്നതാണ് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ. വലിയ തിരക്കുള്ള അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങി നിന്നിരുന്ന ഒരു സമയത്താണ് RJD പ്രവർത്തകന് നേരെ ഇത്തരത്തിൽ വെട്ടേൽക്കുന്നത്. അയാളെ വധിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ അയാളുടെ സുഹൃത്തിനെയൊപ്പം RJD വല്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമൊത്ത് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. യാതൊരു പ്രകോപനമില്ലാതെ ഈ പ്രതി അങ്ങോട്ട് നടന്നു വരികയും ഒളിപ്പിച്ചിരുന്ന വാളെടുത്ത് അദ്ദേഹത്തിന് നേരെ ഉപയോഗിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിന് കാര്യമായി മുറിവേറ്റിട്ടുണ്ട്. ഏതായാലും പരിക്ക് അദ്ദേഹത്തിന്റെ ഗുരുതരമല്ല. ഈ പ്രദേശം, ഈ വല്യാപ്പള്ളി പ്രദേശം നേരത്തെ തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും നിലനിൽക്കുന്ന ഒരു മേഖലയൊന്നും ആയിരുന്നില്ല. ഏതായാലും RYJDയുടെ ഒരു പഠന ക്യാമ്പ് അവിടെ നടന്നിരുന്നു ഏതാണ്ട് ഒരു ഫെബ്രുവരി മാസത്തിൽ. അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ആ പഠന ക്യാമ്പിലേക്ക് വേണ്ട കസാരകളും അതോടൊപ്പം തന്നെ ഷീറ്റുമൊക്കെ കത്തിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതിലെ ആരാണ് അത് ചെയ്തത് അല്ലെങ്കിൽ പ്രതി ആരാണ് എന്ന കാര്യങ്ങളൊക്കെ പോലീസിന് തെളിവ് സഹിതം ഈ RJD പ്രവർത്തകരൊക്കെ നൽകിയിരുന്നു. അതിൽ ശ്യാംലാലിനെയായിരുന്നു സംശയമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിന് വേണ്ട നടപടികൾ എടുത്തില്ല. അതിൽ പ്രതിയെ പിടിച്ചില്ല. പരാതി നൽകിയിട്ടും തെളിവുകൾ കൊടുത്തിട്ടും പോലീസ് വേണ്ട നടപടി എടുത്തില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരനക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ RJD പ്രവർത്തകർ വലിയ പ്രതിഷേധം അന്ന് മുതൽക്കേ ഉയർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ സുരേഷിന് നേരെ ഈ ശ്യാംലാൽ 2 തവണ വധഭീഷണി മുഴക്കി. ഒരു തവണ ആയുധവുമായി സുരേഷിന്റെ വീടിന് മുന്നിലേക്ക് എത്തുകയും വലിയ രീതിയിൽ ഈ ഒരു വധഭീഷണി മുഴക്കുകയുമായിരുന്നു. ഈ 2 സംഭവങ്ങളിലും സുരേഷ് പോലീസിൽ പരാതി നൽകി, വടകര പോലീസിൽ പരാതി നൽകി. എന്നിട്ട് പോലും ഈ ശ്യാംലാലിനെതിരെ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ശേഷമാണ് ഇന്നലെ ഇപ്പോൾ ഈ ഒരു ടൗണിൽ വെച്ച് സുരേഷിനെതിരെ ഇയാൾ വധശ്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഭവത്തിന് ശേഷം നൽകിയത്